ഭാഗ്യദേവതയുടെ ഇടനിലക്കാരനാവുകയാണ് കണ്ണൂർ കീഴ്പള്ളിയിലെ ലോട്ടറി വിൽപ്പനക്കാരൻ സെബാസ്റ്റ്യൻ. നിർമ്മാണ തൊഴിലാളിയായിരുന്ന സെബാസ്റ്റ്യൻ ലോട്ടറി കച്ചവടം തുടങ്ങി മാസങ്ങൾക്കകം വിറ്റ ടിക്കറ്റിനൊക്കെ സമ്മാനം ലഭിച്ചതോടെയാണ് നാട്ടുകാർ സെബാസ്റ്റ്യനെ ഭാഗ്യദേവതയുടെ ഇടനിലക്കാരനെന്ന് വിളിക്കാൻ തുടങ്ങിയത്. കീഴ്പള്ളിയിലെ ലോട്ടറി വിൽപ്പനക്കാരൻ സെബാസ്റ്റ്യന് സ്വന്തം കഥ പറയാൻ നാവേറെയാണ്. നിർമ്മാണ തൊഴിലാളിയായ സെബാസ്റ്റ്യൻ ഇക്കഴിഞ്ഞ നവംബറിലാണ് ലോട്ടറി വിൽപ്പന തുടങ്ങിയത്. 4 മാസം കൊണ്ട് സെബാസ്റ്റ്യൻ വിറ്റ ടിക്കറ്റിനൊക്കെ ഒന്നാം സമ്മാനവും അനുബന്ധ സമ്മാനങ്ങളും അടിച്ചു. കൂലിത്തൊഴിലുപേക്ഷിച്ച് ഡ്രൈവിംഗ് പഠിച്ച സെബാസ്റ്റ്യൻ നഗരത്തിൽ വണ്ടി ഓടിച്ചു പഠിക്കാനും ഒപ്പം ചെറിയൊരു വരുമാനത്തിനും വേണ്ടിയാണ് ആദ്യമായി ലോട്ടറി ടിക്കറ്റ് വിറ്റത്. കച്ചവടം തുടങ്ങി 4-ാം ദിവസം വിൻവിൻ ലോട്ടറിയുടെ 65 ലക്ഷത്തിന്റെ ഒന്നാം സമ്മാനം തേടിയെത്തി. ഒരു കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന കേരളത്തിന്റെ കാരുണ്യ ഭാഗ്യക്കുറികൾ, 50 പവൻ രണ്ടാം സമ്മാനം നൽകുന്ന കേരളത്തിന്റെ കാരുണ്യ ഭാഗ്യക്കുറികൾ. നറുക്കെടുപ്പ് നാളെയാണ് ശനിയാഴ്ച ദിവസം. ചെറുതും വലുതുമായ നിരവധി സമ്മാനങ്ങൾ സെബാസ്റ്റ്യൻ വിറ്റ ടിക്കറ്റുകൾക്ക് ലഭിച്ചു. ഇതോടെ സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്നും ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ വരുന്നവരുടെ നിരയും നീണ്ടു. അങ്ങനെ ടൗണിൽ തന്നെ കട തുറന്ന സെബാസ്റ്റ്യനെ തേടി കാരുണ്യയുടെ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനവും എത്തി. ഡ്രൈവിംഗ് എക്സ്പേർട്ട് ആയാൽ എനിക്കൊരു തൊഴിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു തൊഴിൽ വണ്ടിയും കൊണ്ടുപോയി ITC കമ്പനിയുടെ സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതിന് ഡ്രൈവിംഗ് എക്സ്പേർട്ട് ആകാൻ എണ്ണ അടിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് എണ്ണ പൈസ ഒക്കുമെങ്കിൽ പിന്നെ ലോട്ടറി കച്ചവടം ചെയ്താൽ പിന്നെ ഡ്രൈവിംഗ് എക്സ്പേർട്ട് ആകുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ലോട്ടറി മേഖലയിലോട്ട് വന്നത്. കമ്മീഷൻ തുക കൊണ്ട് നഗരത്തിൽ പുതിയ വീട് വയ്ക്കാൻ ഒരുങ്ങുകയാണ് സെബാസ്റ്റ്യൻ. അനൂപ് നാമത്തിനൊപ്പം റിപ്പോർട്ടർ, കണ്ണൂർ.